Hey guys, welcome back to the YouTube channel. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെന്നിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരു സ്പെഷ്യൽ വ്ലോഗ് ആണ് ഇന്ന്. യെസ്, അപ്പം ഇന്ന് അമ്മയ്ക്ക് ഇന്നത്തെ ബർത്ത്ഡേയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മയ്ക്ക് നമ്മുടെ 60ാം പിറന്നാളാണ്. അതിന് എന്തോ പറയുന്നത് മറന്നുപോയി. പക്ഷെ എനിവേ വാട്ടർ ഇറ്റ് ഇസ്. അപ്പൊ ഇന്ന് നമ്മള് അമ്മയുടെ ബർത്ത്ഡേ വ്ലോഗാണിത്. അപ്പം നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ നമ്മള് വേറെ എവിടെയും റിസോർട്ടൊക്കെ പോയി എല്ലാവരെയും വിളിച്ച് കസിൻസിനൊക്കെ വിളിച്ച് ഭയങ്കര ഇതായിട്ട് നടത്താന്നുള്ള രീതിയിലേ, കാരണം 60th പിറന്നാളല്ലേ, അപ്പൊ നല്ല രീതിയിൽ നടത്തണമല്ലോ. പക്ഷെ നമ്മുടെ ഡെന്നിയുടെ അമ്മയുടെ ബ്രദറിന്റെ ഇളയ മോന് നമ്മുടെ കസിൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ സെലിബ്രേഷൻസ് ഒക്കെ മാറ്റി വെച്ചേക്കാണ്. അപ്പൊ ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് വിചാരിച്ചു. നോർമലി വീട്ടിൽ തന്നെ വെച്ച് നമ്മളെ ഫാമിലി ആയിട്ടുള്ളവരെ വെച്ച് ആരും വിളിച്ചിട്ടില്ല. നമ്മള് കുറച്ചുപേര് നമ്മളെ ചേച്ചി, അമ്മ, അളിയൻ, പിള്ളേരും, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എന്റെ അമ്മയും എന്റെ ബ്രദറിനെയും വിളിച്ചു. പക്ഷെ അമ്മയ്ക്ക് ഷൂട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. പിന്നെ അവന് പിന്നെ എക്സാംസ് നടക്കാം, പക്ഷെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവന് വരാൻ പറ്റില്ല. സോ അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞ നമ്മള് ഇൻട്രോ എടുക്കാൻ മറന്നു. കാരണം നമ്മളിപ്പോ കേക്ക് കെട്ടിയാൻ പോവാ. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ലൈറ്റ് പോയപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഇൻട്രോ എടുത്തിട്ടില്ല. പക്ഷെ നമ്മള് ഈ ഇന്നലത്തെ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ അല്ലാതെ വേറെ വേറെ ഇൻട്രോസ് എടുത്തിട്ടുണ്ട്. കാരണം അവളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് അമ്മയെ കൊണ്ട് പുറത്തു പോയതിന്റെ എല്ലാം ഉണ്ട്. നിങ്ങളത് കണ്ടിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ ബാക്കി കേക്ക് മുറിയുടെ എല്ലാം ഒന്ന് പോയി ചെയ്യട്ടെ. അപ്പൊ ബൈ. ഹേ ഗായ്സ്, അപ്പം ഇന്ന് അമ്മയ്ക്ക് കുറച്ച് സാധനം വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലു മോളിൽ വന്നതാണ്. ഇപ്പോൾ പിള്ളേർക്ക് കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും. അപ്പം അതിലോട്ട് നമുക്ക് പോകാം. ഹായ് പറ. ഫോട്ടോ കൊള്ളാമോ? അപ്പൊ അമ്മ വാങ്ങിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയോ? എല്ലാം കിട്ടിയില്ല. ഫോൺ കവർ കിട്ടിയോ? അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ലുലുന്ന് ഇറങ്ങി ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാവരും അവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കാറിൽ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ തിരിക്കാം. സൈപ്രസിൽ എത്തി. അപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പോവാം. എന്താവും എനിക്കറിയില്ല.
ഇവിടെ ശരിക്കും നല്ല കളക്ഷൻസ് ഉണ്ട് ഫ്രെയിംസിൻ്റെ. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്യാറ് ഞാൻ ഇവിടെ സ്റ്റൈപ്ലസിലാണ്. അങ്ങനെ ഈ ഡെക്കോർ ഐറ്റംസ്, ഫോട്ടോ ഫ്രെയിംസ്, ഈ മഗ്, പണ്ടത്തെ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ മഗ്സ് ഒക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യാറ്, സ്റ്റൈപ്ലസിൽ നിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഈ ഫ്രെയിം കളക്ഷൻസ്. അതിൽ ഞാനിങ്ങനെ നോക്കി വന്നപ്പം എനിക്ക് ഏറ്റവും കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടുള്ള തോന്നിയത് ഇതാട്ടോ. ഈ ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര മിനിയേച്ചർ വേർഷനായിപ്പം. സോ അത് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിപ്പോൾ ലാസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്രെയിം ഇതാണ്. ഈ ഫ്രെയിമാണ്. ഇതുവരെ അവർ കസ്റ്റമൈസ് ചെയ്യത്തുള്ളൂ ഫോട്ടോസ്. ബാക്കിയൊക്കെ വലിയ ഫ്രെയിംസ് ഉണ്ട്, പക്ഷെ അത് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തരത്തില്ല. അപ്പം അങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്യാൻ കൊടുത്തു. അപ്പം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. ലെറ്റ്സ് സീ. താങ്ക് യു. ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി കിട്ടുന്നുണ്ടല്ലേ. ഇത് ഡെഫിനറ്റ്ലി എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം, കാരണം ഭയങ്കര രസമുണ്ട്. അത് ആ വരച്ചേക്കുന്ന ആർട്ടാണെങ്കിലും അത് ഡോക്യുമെൻ്റായിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഫ്രെയിം ചെയ്തപ്പം കുറച്ചും കൂടി ഭംഗി. എനിക്കൊന്നും പറയാനില്ല. ഇനി ബാക്കിയൊക്കെ അമ്മയുടെ റിയാക്ഷൻ വൈസ് നമുക്ക് നോക്കാം. താങ്ക് യു. ഫ്രെയിമൊക്കെ ചെയ്ത് മേടിച്ചു. സത്യം പറഞ്ഞാൽ ഈ കൊണ്ടു കൊടുക്കുന്ന എനിക്കാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കൂടുതൽ. കാരണം ഞാൻ അമ്മയുടെ ആ റിയാക്ഷൻ അറിയാനായിട്ടാണ് എപ്പോഴും സ്റ്റിൽ ഞാൻ വെയിറ്റിംഗ്. ഞാനത് കൊടുക്കുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ, അമ്മ ഓപ്പൺ ചെയ്ത് അമ്മ നോക്കുമ്പോഴുള്ള റിയാക്ഷൻ. എനിവേ നമുക്ക് നോക്കാം. പിന്നെ എന്നെ പിക്കാൻ വന്നെന്ന് തോന്നുന്നു. നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കേക്ക് വാങ്ങി എത്തി. ചേച്ചിയുണ്ട്, ബേബോ ഉണ്ട്, വാവയുണ്ട്. ഹായ് ഗൈസ് എന്ന് പറയുമ്പോൾ ബേബോ പറയത്തില്ല. നാണമാണോ? ബേബയ്ക്ക് കുറച്ച് നാണമാണ് ഗൈസ്. ക്യാമറ കാണിക്കുമ്പോൾ ബേബയ്ക്ക് കുറച്ച് നാണമാണ്. ആസ് യൂഷ്വൽ എപ്പോഴും പോലെ തന്നെ നേരത്തെ എത്തി, എന്നെ കറക്റ്റ് സമയത്തിന് പിക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് എത്തിയോണ്ട് കേക്ക് വാങ്ങിക്കാൻ പെട്ടെന്ന് എത്തി. അപ്പൊ നമ്മള് കേക്ക് വാങ്ങിക്കാൻ കയറട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിവിടെ കേക്ക് വാങ്ങിക്കാൻ എത്തിയിട്ടുണ്ട്. രണ്ടുപേര് കേക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ് ട്രഫിൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഏതെങ്കിലും നോക്കണമെന്ന്. അപ്പോൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഏത് കേക്ക് വാങ്ങണം ബേബോ? ഏത് വാങ്ങണം? വീഡിയോ എടുക്കുന്നില്ലെന്ന് വിചാരിക്കും ബേബോ. ചോക്ലേറ്റ് മതിയോ? ചോക്ലേറ്റ് ട്രഫിൾ വാങ്ങിച്ചാലോ നമുക്ക്? ഏത് വാങ്ങണം മാവേ? ചോക്ലേറ്റ് കഴിക്കുമോ അമ്മ? ആക്ച്വലി സ്റ്റൈൽ പ്ലസിൽ വിളിക്കാൻ വരാൻ ലേറ്റ് ആയിട്ട് മോഹം വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. മാത്രമല്ല എപ്പോഴും ലേറ്റാണ്. രാവിലെ എഴുന്നേക്കത്തില്ല. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ ഒന്ന് എഴുന്നേറ്റ് അമ്മയെ പള്ളി കൊണ്ടുപോകാൻ പോയില്ല. ഉറക്കം ഞാൻ രാവിലെ എഴുന്നേറ്റായിരുന്നു ഗൈസ്. അപ്പം പിന്നെ അമ്മ പറഞ്ഞ് പള്ളി പോകണ്ട. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താ വരാൻ ഇത്ര നേരമായിട്ട് വന്ന് എൻ്റെ അടുത്ത് എനിക്ക് കൈ വയ്യ. അപ്പം എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തേക്ക്. അപ്പം എന്നെ പിക്ക് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അതൊക്കെ നമ്മളെ പയ്യന്മാരാകുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ നിന്ന് മെഴുകുതിരി കിട്ടിയില്ല. 60 അവിടെ 6 ഉണ്ട്, 0 ഇല്ല. അപ്പം ഞാനും ചേച്ചിയും കൂടെ മെഴുകുതിരി മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാ. ഇവിടെ ചേച്ചി പറഞ്ഞിട്ടാണ് വന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. കിട്ടിയ 6
ഇപ്പം 0 ഉണ്ട്. 0 ഒന്ന് ചേച്ചി. 0 ഉണ്ട്, 6 ഇല്ല. അവിടെ 6 ഉണ്ട്, 0 ഇല്ല. ഏതാ 6 ഉള്ളത് കാണിച്ച്? 6 ഉണ്ട്, പക്ഷെ ഇതാണുള്ളത്. 2 പോകുന്ന കാണുമല്ലോ അവിടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ സൈപ്രസിനും കയറി മേടിച്ച് വെക്കായിരുന്നു. അപ്പോൾ അവിടെ ഇല്ല ഗൈസ്, 6 ഇല്ല. 6 ഉണ്ട്, 0 ഇല്ല. പക്ഷേ 0 ഉണ്ട്, 6 ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സൈപ്രസിൽ പോവാം എന്നുള്ള പ്ലാനാണ്. എങ്ങനെ അറിഞ്ഞൂടെ, പോണ വഴിക്കടുത്ത് നോക്കി മേടിക്കണം. അങ്ങനെ വീണ്ടും സൈപ്രസ് തന്നെ വന്നു കാൻഡിൽസ് മേടിക്കാൻ. അവിടെ വീണ്ടും സൈപ്രസ് തന്നെ വന്നു മെഴുകുതിരി മേടിക്കാൻ. ചേച്ചി മെഴുകുതിരി മാത്രം മതിയോ? മെഴുകുതിരി മാത്രം മതിയോ? സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം ഞാൻ ഇത്ര നേരം ഇവിടെ വന്ന് പോയിട്ട് വീണ്ടും അടുത്ത ആളെ കൊണ്ട് വന്നെന്നൊക്കെ. ഗിഫ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണോ പറഞ്ഞത്? ഫസ്റ്റ് ഫ്ലോറല്ലേ ഇത്? ഫസ്റ്റ് വാ. നോക്കണോ? സോപ്പ് വേണോ? സോപ്പ് വേണോ? ബലൂൺ വേണോ? ബലൂൺ വേണം. ബലൂൺ സത്യം പറഞ്ഞ ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ്. റെഡ് വേണം. നമ്മുടെ കേക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഏത് കളറും പോകും അതിൻ്റെ കൂടെ. ബർത്ത്ഡേ ഇതില്ല. ബർത്ത്ഡേ ഇത് മേടിച്ചാൽ ഈ കളർ. അപ്പം ഗൈസ് ഞാനും കൂടെ ഇവിടെ ചേർന്നിട്ടുണ്ട്. ബേബോ വന്നെന്ന് പറ. ബേബോ വന്നു. അപ്പം ഇവരിവിടെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അമ്മയുടെ ക്യാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ് ഏതാ? ഞാൻ മിണ്ടത്തില്ല, പക്ഷെ പോസൊക്കെ ചെയ്യാൻ മിണ്ടത്തില്ല. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാബ അടിയാണെങ്കിൽ വന്ന് നിൽക്കും. സുന്ദരി അങ്ങനെയാണ്. ഇതിനകത്ത് രണ്ടിലും ഏതൊക്കെയാണ്? ഈ പോർഷൻസ് മാത്രമേ ഗോൾഡും ബ്ലാക്കും സെപ്പറേറ്റ് എടുക്കണം. നമുക്ക് ഒരു സൈഡ് മാത്രം പോരെ? അത്രയും വേണോ? ഫുള്ള് വേണ്ടല്ലോ. മേടിച്ചിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ബോളിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതായി പോകത്തില്ല. ഇല്ല അങ്ങനെയല്ല, ഇവിടെ നടുക്ക് അപ്പം ഇതും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിപ്പോ അല്ല, സിൽവർ രണ്ടെണ്ണമാണ്. സിൽവർ മേടിക്കണോ ഗോൾഡ് മേടിക്കണോ? ഗോൾഡ് ആയിരിക്കും. ഗോൾഡ് ആയിരിക്കും അവിടെ ചേരുന്നത്. 2 ഗോൾഡ് വേണം. ആക്ച്വലി നമ്മുടെ പ്ലാൻ ബലൂണും ഹാറ്റും 60യുടെ കാൻഡിലും ആയിരുന്നു. പക്ഷെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഐഡിയ വന്നു. സത്യം പറഞ്ഞാൽ ഡെക്കോറൊക്കെ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഈ സമയവും ഇല്ല. പിന്നെ ലേറ്റ് ആയിപ്പോയി. ഡെന്നിയുടെ ഉറക്കമാണ് ഇത് എല്ലാത്തിനും കാരണം. ഡെന്നിയുടെ ഉറക്കം. 2 ഗോൾഡൻ മതി. സൈഡ് വേണ്ട, ഫ്രണ്ട് മതി. അല്ലെങ്കിൽ ഗോൾഡും ബ്ലാക്കും കൂടെ മിക്സ് ഇട്ടാലോ നമുക്ക്? ഒരു ബ്ലാക്കും എടുത്തിട്ട് ഒരു ഗോൾഡ് ക്വാണ്ടിറ്റി കാണാം. ഇത് 2 മതി. അല്ലെങ്കിൽ അതിന്റെ തന്നെ 2 എടുത്താ പോരെ? ഇതിന്റെ 2 അതിന്റെ 2 എടുത്താൽ ആക്ച്വലി ക്വാണ്ടിറ്റി വരത്തില്ലേ? സ്പേസ് ഞാൻ പറഞ്ഞോട്ടെ. ഇതെടുക്കല്ലേ? ഇത് ബലൂൺ ടൈപ്പ്. ഇപ്പം ഇത് വേറെ ബലൂൺ വേണ്ട. ഇത് ഇത്ര എടുത്തിട്ടുണ്ട്.
പിന്നെ അതിനോട് എന്തെടുത്ത് ബലൂൺ ബലൂണൊന്നും എനിക്ക് ഊതാൻ വയ്യ. അല്ല പമ്പുണ്ട് സാർ, പമ്പ് തരാം. അല്ല ബലൂൺ നിങ്ങൾ ആക്ച്വലി നല്ല കച്ചവടമാണല്ലേ. നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിന് ഞങ്ങള് സത്യം പറഞ്ഞ ഒരു അങ്ങനെ സമയമില്ല ഒന്നത് കാര്യം. ഇപ്പൊ തന്നെ 3:30 ആയി ഇപ്പം. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് നമ്മൾ പെട്ടെന്ന് അടിപിടി എന്തൊക്കെ ചെയ്ത് ഇതൊരു 30 മിനിറ്റ്സ് മതി. കണ്ട ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളിത് എത്ര സാധനം മേടിപ്പിച്ചു. പേരെന്താ? അപർണ. ഹായ് പറഞ്ഞു നമ്മുടെ വ്ളോഗിൽ. അപ്പൊ എല്ലാരും ഇവിടെ ബർത്ത്ഡേ ഐറ്റംസ് മേടിക്കാൻ വരുന്നവരൊക്കെ അപർണയെ മീറ്റ് ചെയ്യുക. അപ്പൊ അപർണ നല്ല ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് അടിപൊളി ഡെക്കോറൊക്കെ തരും. ബേബ എവിടെ പോയിരുന്നു? ഇത്ര നേരം കാണാനില്ലായിരുന്നല്ലോ. ബേബ കറങ്ങാൻ പോയി. അതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഡിസ്കഷനിലാണ് എങ്ങനെ ഡെക്കോർ ചെയ്യണമെന്ന്. ഇപ്പൊ ബില്ലിങ് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. വാവേ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് നല്ലൊരു പോസ്റ്റ് കൊടുക്കും. ഓൾറെഡി എൻ്റെ അടുത്ത് കലിപ്പിലാണെന്ന്. നമ്മളിനി വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല. അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് അപ്പോഴേ എല്ലാം മറക്കും. സത്യമാണ്. ഞാൻ കാണുന്നതിന് ഇവിടെ ഈ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മുഖത്തെ നോക്കാതെ ഇനി ദിവസം മിണ്ടരുതെന്ന് വിചാരിച്ച. പക്ഷെ വന്നിങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എല്ലാം നമ്മൾ മറക്കും. പക്ഷെ പയ്യന്മാരങ്ങനെയല്ല. ഞാൻ മറക്കുമല്ല. എൻ്റെ കൊച്ചിനെ കാണുമ്പോഴേ ഞാൻ മറക്കുമല്ല. അതുകൊണ്ട് ചിരിയൊക്കെ വന്നല്ലോ. ചേട്ടാ മാളിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാവോ? എനിക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ ഇത് എനിക്ക് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? അടിപൊളി എന്നൊക്കെ റാൽഫിന്റെ അഭിപ്രായമൊക്കെ കേട്ടി നമുക്ക്. അപ്പൊ ഗൈസ് ബർത്ത്ഡേ ഗേൾ ഇവിടെ നിൽപ്പുണ്ട്. അമ്മ എന്താണ് ഇപ്പൊ പറയാനുള്ളത് അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. സന്തോഷം. മക്കളെല്ലാം കൂടെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ബാക്കി പറയാൻ അറിയത്തില്ല. വലിയ ടീച്ചറാണ് കേട്ടോ. സംസാരിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷെ ക്യാമറ കാണുമ്പോ അല്ലെങ്കിൽ ഇത് സ്കൂളിൽ പാട്ട് പാടുകയും എല്ലാം ഉണ്ട്. എത്ര 9,000 പാട്ടങ്ങാണ്ട് പാടിയിട്ടുണ്ട് സ്കൂളില്. അത് ബാക്കിയൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സർപ്രൈസ് കേക്ക് വരുന്നത്. അമ്മ എന്തോ എഴുതിയേക്കുന്നത് നോക്കാം. അമ്മ എന്താ എഴുതിയേക്കുന്നത് നോക്ക്. എന്തായിരിക്കും? ഗസ് ഉണ്ടോ? എന്നാലും എന്താ തോന്നണ പറ. എന്നാലും ചുമ്മാ പറ. എന്തായിരിക്കും കേക്ക് എഴുതിയേക്കുന്നത്? എന്തായിരിക്കും? ഹാപ്പി ബർത്ത്ഡേ. അമ്മച്ചിയുണ്ട്, അമ്മയുണ്ട്, ജെസ്സിന്നുണ്ട്. എന്തായിരിക്കും? അമ്മച്ചിന്നാണോ? അമ്മ അതാണ് അമ്മയുടെ മനസ്സിലെ ഗസ് അല്ലേ? എന്നാ കേക്ക് കാണിക്കാം. വാ. ചീ കണ്ടോ? ചീ കണ്ട ആൽഫ അമ്മച്ചി കാണിക്കട്ടെ. ഞാൻ മനസ്സിൽ വന്നേ. അച്ഛൻ വിളിക്കുന്നതാണ് ഗൈസ് ലാലി അമ്മേനെ. അതാണ് നമ്മള് ലാലി. ബേബോ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തു. ഡ്രാക്കുള കണക്ക് ഡ്രാക്കുളയുടെ കൊച്ചിനെ കണക്ക്. ബേബോ വിങ്സ് ഒക്കെ ഇട്ട് പറഞ്ഞേ. ഫുൾ ഫ്രോക്ക് കാണിച്ചേക്കുന്നത്. ബേബിയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചേക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday to dear Amma. Happy birthday to you. Bless you. Good God bless you. Good God bless you. Happy birthday to you. എന്ത് നോക്കുന്നേ? ഓ എനിക്ക് തരണം ഫസ്റ്റ്. അവള് കാണിച്ചു.
ഹാപ്പി ബർത്ത്ഡേ. പിടിച്ചൊക്കെ ചെയ്യുമ്പോ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അളിയൻ ഇവിടെ പോർട്രേറ്റിൽ ഇപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. റാൽഫ് കേക്ക് കൊള്ളായിരുന്നു റാൽഫ്. ഇത് അമ്മച്ചിയുടെ എത്രാമത്തെ പിറന്നാളാ? അമ്മ ഇത് ഊതിയില്ല. അമ്മ ഇതൊരു ഊതാതെ അത് കത്തിച്ച് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. ഊതു. തൽക്കാലം ഞാൻ ഊതാം ഗൈസ്. അമ്മ അനക്കത്തില്ല, സ്റ്റാച്ചു ആയിരുന്നു അത് പെട്ടെന്ന്. ഒരുത്തെ പിള്ളേർ ഇവിടെ ചോക്ലേറ്റിൽ കിണ്ടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഈ ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? അതിൻ്റെ ഇടയിൽ നമുക്ക് അമ്മയുടെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ്. സർപ്രൈസ് വാവ ഇന്ന് പോയി വാങ്ങിച്ച സർപ്രൈസ് ആക്ച്വലി നമുക്ക് കൊടുക്കാം. എന്നെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല, വെട്ടം കുറവായിരിക്കും. അപ്പോൾ ആക്ച്വലി കാറിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ഓശു എന്താ ഓശു? ഇതാരൊക്കെ? ഓസുനാണോ? ഓസുനല്ല, അമ്മച്ചിലെ. നോ ബേബോ പറയരുത്. നമ്മളവിടെ ഗിഫ്റ്റ് കൈമാറട്ടെ. എന്തോ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. തറക്ക് നക്കത്തിരിക്ക. എന്തായിരിക്കും അമ്മ, വല്ല ഐഡിയ ഉണ്ടോ? അല്ല അമ്മ തുറന്ന് ഓപ്പൺ ചെയ്തോ. ഫോട്ടോയാണ് മനസ്സിലായോ? അതെന്തായാലും മനസ്സിലാവും. ഞാൻ കട്ട് ചെയ്തേ. അതിലും നല്ലതാ അതിൻ്റെ അകത്ത്. ഇതിനേക്കാൾ നല്ലൊരു സാധനമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. തിരിച്ചു നോക്കും അമ്മ. ഇഷ്ടപ്പെട്ടോ? കളോ ചേർന്നിരിക്കുന്നുണ്ടോ? കാണിക്കണം. എങ്ങോട്ട് കാണിക്കും? ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട്? ഇപ്പൊ അടുത്തിരിക്കുന്നുണ്ടാ? അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് വരച്ചതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് പടം എടുത്തതല്ല, ഇത് വരച്ചതാണ്. ആ നമ്മുടെ സുജിത്താണ് ഇത് വരച്ചു തന്നേക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ വരച്ച ഞാനിത് ഫ്രെയിം ചെയ്തു. ഇഷ്ടപ്പെട്ടോ? ഇനി ഇതും കൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? താങ്ക് യു ബ്രോ, നല്ല ഫോട്ടോയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമ്മൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോകണം. അല്ലാതെ പുറത്തോട്ടല്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. നമ്മളൊരു സാധനം വാങ്ങിച്ചായിരുന്നു, അത് വെച്ച് കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് വെച്ചു കൊടുത്തു. അപ്പൊക്ക് അത് വെച്ച് കൊടുക്കട്ടെ. പോയി. അപ്പോൾ ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ ഫ്രെയിം. അമ്മ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അമ്മ ഈ ഫ്രെയിം തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. കാരണം എനിക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് എനിക്ക് ഈ ഐഡിയ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. കുറച്ച് സ്പെഷ്യൽ ആക്കണം എന്നൊരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു. നമ്മൾ കാരണം ഒരുപാട് നല്ല രീതിക്ക് നമ്മൾ പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ അമ്മയ്ക്ക് നമുക്ക് ചുരുക്കിയതില് ഏറ്റവും നല്ല രീതിക്ക് ബെസ്റ്റ് ആയിട്ട് നമ്മള് ലൈക്ക് അമ്മയ്ക്ക് ഭയങ്കര എപ്പോഴും മെമ്മറി ആയിട്ട്. കാരണം ഏറ്റവും സ്പെഷ്യൽ അച്ഛന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കൊടുക്കുമ്പോഴാണ്, വേറെ എല്ലാത്തിനെയും കാട്ടിലും. അങ്ങനെ സത്യം പറഞ്ഞാൽ അച്ഛനാണ് ഏറ്റവും സ്പെഷ്യൽ. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഐഡിയ എനിക്ക് ഇല്ലായിരുന്നു. ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്നൊരു ഇതുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഐഡിയ എനിക്ക് ഇല്ലായിരുന്നു. ഒരാഴ്ച മുമ്പ് റാൻഡംലി ഞാൻ വീട്ടിലിങ്ങനെ വന്നപ്പം ഞാനും അമ്മയും മാത്രം ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ പഴയ ഫോട്ടോസ് ഇച്ചാന്റെ കുഞ്ഞെടുത്ത ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് നമ്മളിങ്ങനെ സ്വയം പറയും, നമുക്ക് മക്കളെ ഇത് ലാമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഫ്രെയിം ചെയ്ത് നമുക്ക് വീട്ടിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്യും, പഴയ ഫോട്ടോസ്. അങ്ങനെ നമ്മൾ എടുത്ത സമയത്ത് ചേച്ചിയുടെ കല്യാണ ഫോട്ടോ എടുത്തു. അങ്ങനെ ആ ഫോട്ടോയിൽ അച്ഛൻ, അമ്മ,
ഇച്ചായൻ, ചേച്ചി, നാലുപേരുടെ ഫോട്ടോ. അങ്ങനെ ചുമ്മാ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ എന്റെ അമ്മ സ്കൂളിൽ പാട്ട് പാടും. അപ്പൊ അമ്മയുടെ ഒരു ഫ്രണ്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൊളാജ് മേക്കർ ഉണ്ടല്ലോ, ആ ഒരു ആപ്പില് ഈ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് അങ്ങോട്ടും കൂടെ വെക്കത്തില്ല, ഒരാളും മറ്റേയാളും, അങ്ങനെ ഒരു സംഭവം. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ ചെയ്യണമെന്നൊരു. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ റാൻഡമില് ചുമ്മാ ഞാനും അമ്മയും കോൺവെർസേഷനിലെ ഇടയിൽ അമ്മ പറഞ്ഞൊരു സംഭവമാണ്, ഇങ്ങനെ ഇത് എടുത്ത് ഇങ്ങനെ പൊന്നി ഇങ്ങനെ മാറ്റിയിട്ട്, ചേച്ചിയുടെ പേര് ദിവ്യ എന്നാണ്, പക്ഷെ അപ്പം പൊന്നിനെ മാറ്റിയിട്ട് ഇവരെയൊക്കെ മാറ്റിയിട്ട് ഞാനും എന്റെ അച്ചായനും ഒരുമിച്ച് വരണം അങ്ങനെ പറഞ്ഞു. അപ്പൊ തോന്നിയ ഐഡിയ ആണ് ഇത്, വരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാം. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ സുജിത്തിനോട് പറഞ്ഞത് വരയ്ക്കൊന്നും വേണ്ട, എങ്ങനെയൊന്നും എഡിറ്റ് ഒക്കെ ചെയ്തൊന്ന് വെച്ചുതരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ എന്നോട് സുജിത്ത് പറഞ്ഞു ഇല്ല, അത് അങ്ങനെ പറ്റില്ല, കുളമായി പോകും, വരച്ചാലും എന്നെ ഭംഗി കിട്ടത്തുള്ളൂ. അങ്ങനെ ലാസ്റ്റ് മൊമെന്റ്, കാരണം എനിക്ക് വേറെ എവിടെയും കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം സുജിത്തിന്റെ ഒരുപാട് വർക്ക്സ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെയും അമ്മയുടെ ഒക്കെ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ വരച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ കൊടുക്കാനായിരുന്നു കോൺഫിഡൻസ്. അങ്ങനെ ഞാൻ 100% കോൺഫിഡൻസോടെ കൊടുത്തു. 101% അല്ലെങ്കിൽ അതിക്കും മേലെ എന്ന് പറയാം, അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നു. സോ താങ്ക് യു സോ മച്ച് സുജിത്. നല്ലൊരു ഫോട്ടോ ആണ് ചെയ്തത്, എനിക്ക് സന്തോഷമായി. ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ എന്തായാലും സുജിത്തിന്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുക്കാം. കാരണം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വർക്ക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അടിപൊളിയായിട്ട് ചെയ്തു തരും. സോ താങ്ക് യു സോ മച്ച് സുജിത് വൺസ് അഗൈൻ. അപ്പൊ നമ്മളിനി ബാക്കി പരിപാടിയോട് കിടക്കട്ടെ. നമ്മള് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോകുന്നുണ്ട്. എവിടെയാണെന്ന് പ്ലാൻ ചെയ്തില്ല. ഡിന്നർ മാത്രമല്ല, പുറത്തോട്ട് ഇനി വല്ലതും കറങ്ങാൻ പോകുന്നുണ്ടോ അറിയത്തില്ല, എവിടെയെങ്കിലൊക്കെ ഫുഡ് കഴിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പിള്ളേരൊക്കെ വന്ന് കാത്തിരിക്കുകയാണ്. ഞാൻ ഡ്രോയിങ് കുറച്ചു ഇന്നത്തെ അമ്മച്ചീന്റെ ബർത്ത്ഡേ. അപ്പം കൊച്ചുമോനും വരച്ചു കൊടുത്തു, മരുമോളും വരയ്ക്കുന്ന സാധനം ഫ്രെയിം ചെയ്തു. എനിക്ക് ഞാനേ അമ്മച്ചീന്റെ ഹാപ്പി ബർത്ത്ഡേയില് ഒരു ഡ്രോയിങ് വരച്ചേ. ആ ഡ്രോയിങ്ങില് പെണ്ണ് പിന്നെ ഒരു ഷെയ്ഡ് അങ്ങനെ ഷെയ്ഡ് ചെയ്തതാണ് ഞാൻ ചെയ്തത്. ഇവനാണെങ്കിൽ വ്ളോഗ് തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞത് ഇനി എപ്പോൾ വീഡിയോ വരും എനിക്ക് യൂട്യൂബിൽ TV-ലിട്ട് കാണണം, എന്റെ സെക്കൻഡ് വീഡിയോയിൽ എന്നോട് കൊണ്ടുവരണേ ഡെന്നി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു അല്ലേ? അപ്പം ഗൈസ് സിനിമയിൽ നമ്മുടെ വ്ളോഗിൽ എപ്പോഴും റാൽഫ് കാണും. അപ്പം ഇതാണ് എന്റെ ചേച്ചിയുടെ മൂത്ത മോൻ അല്ലേ? എന്റെ ചേച്ചിയുടെ എന്റെ ചേച്ചിയാണ് നിന്റെ അമ്മ. നമ്മുടെ കുടുംബത്തെ തന്നെ മൂത്ത സന്തതിയാണ് ഇപ്പം. ഇളയവൾ അവിടെ ഉണ്ട്, ഒളിച്ചിരുന്ന് കേക്ക് കഴിക്കുന്നു. ബേബോ ഞാൻ ചേച്ചിയുടെ ഇളയ മോൾ. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങട്ടെ, പോയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം അല്ലേ റാൽഫേ? ഓക്കെ ബൈ ബൈ ഗൈസ്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെല്ലാരും കൂടെ ഒരു കാറിൽ പോകാൻ പോവുകയാണ്. അകത്ത് പാട്ടിട്ടിട്ടുണ്ട്, കോപ്പിറൈറ്റ് ഒക്കെ കിട്ടും. 2 വണ്ടി എടുക്കുന്നില്ല, ഒരു വണ്ടിയിലേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. പോകുന്ന വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഹേ ഗൈസ്, നമ്മളിപ്പം ഹോയ് പഞ്ചാബിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തെ പുതിയ ഷോപ്പാണ് അല്ലേ? അപ്പം വാവ റീലിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല ഫുഡാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വന്ന് ട്രൈ ചെയ്തത് എന്താണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല, അകത്തോട്ട് കയറി നോക്കിയാലേ അറിയാവുള്ളൂ. ഇവിടെ നല്ല വെയിറ്റിംഗ് ആണ്. അപ്പം അമ്മ അതാ എൻ്റെ കൈയൊക്കെ പിടിക്കുന്ന വ്ളോഗിൻ്റെ ഇടയിൽ. എന്ത് പറ്റി അമ്മ? ഇവിടെ ഇപ്പൊ നല്ല തിരക്കുണ്ട്, നല്ല വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞാൻ ബാക്ക് ക്യാമിലിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മള് അവിടെ 30 അല്ല, നമ്മൾ ഓൾറെഡി 15-20 മിനിറ്റ് അവിടെ നിന്ന്, അത് കഴിഞ്ഞിട്ട് ഇനി 20-30 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഇപ്പം വിഴിഞ്ഞത്തോട്ട് വന്നു. അവര് മീൻ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അങ്ങനെ എല്ലാവരും സെലക്ട് ചെയ്തോണ്ടിരിക്കുക ഫിഷ്. ഇവിടെ ഉറൂസ് നടക്കുക, ഉറൂസ്. അപ്പം ഭയങ്കര തിരക്കാണ്. മീൻ
മൊത്തം മീനും വന്നിട്ടുണ്ട്. ഒരെണ്ണം തീരാറായി. എല്ലാവരും ഉണ്ട്, തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റാൽഫ് ഓൾറെഡി തിന്നല്ലേ റാൽഫേ? ഇനി എന്തൊക്കെ വരാനുണ്ട്? ഇനി കൊഞ്ച്. ഇവരുടെ ഫിഷിനേക്കാൾ ഇഷ്ടപ്പെട്ട അവരുടെ മീൻ ചാറാണ്. മീൻ ചാറ്, അവരുടെ മീൻ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് ഫിഷിന് പല്ലുണ്ടോ? ഈ ഫിഷിന് പല്ലുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അറിയാനൊക്കെ ഫോട്ടോ എടുപ്പാണ്. മീൻമുട്ട, കൊഞ്ച്, ഇതേത് മീനായിരുന്നു മറന്നു. ഇത് അമൂർ ബാർബിക്യൂ ചെയ്തത്. എല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ കൊച്ച്. ഇവന് നാരങ്ങ മാത്രം മതി. അവൻ നാരങ്ങ കഴിക്കുന്നു. എല്ലാവരും കഴിക്കുകയാണ്. ദേബോ അവൾക്കൊന്നും വേണ്ട, ഉറങ്ങിയാൽ മതി. അങ്ങനെ സക്സസ്ഫുള്ളി എല്ലാം കഴിച്ചു കഴിഞ്ഞല്ലേ ആവേ? എല്ലാവരുടെ പ്ലേറ്റ് കാലിയായി. എന്തെങ്കിലും മുള്ളൊക്കെ ഉണ്ട്. ഇവൻ ജ്യൂസ് കൂടി മാത്രമേ ഉള്ളായിരുന്നു. അല്ലെ ഫുഡിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? നല്ല ഫുഡ്. പൊന്നി അവിടെ ഒരാൾക്ക് എരിഞ്ഞെരിഞ്ഞ് ചാവാറായി. അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളി. അവൻ എനിക്കൊന്നും പറയാനില്ല. എന്റെ മൂക്കും കൈയും ഒക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഞാൻ വയറ് നിറഞ്ഞു. അപ്പം ഗൈസ് അബീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞ വഴിക്ക്. കളഞ്ഞു കിട്ടി. ചേട്ടനെ പരിചയപ്പെടുത്തിക്കോട്ടെ. അബിയുടെ ഹസ്ബൻഡ് ആണ്. കല്യാണം ഒക്കെ കഴിഞ്ഞതാണ് അബി. ഹായ് പറയൂ. നമ്മുടെ വ്ളോഗാണ്. അപ്പം ഒന്ന് ഇവരെയൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു വിട്ടിട്ട് വരാം അല്ലേ? അവിടുത്തെ വീഡിയോ ഇവിടുത്തെ വീഡിയോ. ബൈ 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 ബൈ. ഹേയ് ഗൈസ്, അപ്പം നമ്മള് തിരിച്ച് വീട്ടിലെത്തിയായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു പവറും ഇല്ല ഗൈസ്. വയ്യ, ഉറക്കം വരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ്. ഓസോ വാടച്ചോക്ക് ബഹളം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ സമയം 12:45. പക്ഷെ 12:45 ഒരു സമയമല്ല കഴിച്ച് ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി, നമ്മൾ കറങ്ങിയൊക്കെ. പക്ഷെ ഭയങ്കര ടയർഡായിപ്പോയി. എത്ര മണി തുടങ്ങി ആലോചിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാറിലാണ് എല്ലാവരും കൂടെ പോയത്. പിന്നെ ഞാൻ ഇന്ന് സ്റ്റൈൽ പ്ലസിൽ പോകുന്നതിന് മുമ്പ് രാവിലെ അമ്പലത്തിൽ പോയി. എന്റെ അമ്മ കുത്തിപ്പൊക്കി. നവരാത്രി ആയതുകൊണ്ട് നവരാത്രി ഡേ 3 എന്തോ ആണ്. കുത്തിപ്പൊക്കി അമ്പലത്തിൽ കൊണ്ടുപോയി. അത് ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടില്ല. ഞാൻ സ്റ്റൈൽ പ്ലസിൽ പോകാൻ തൊട്ടാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തേക്കുന്നത്. രാവിലെ ഇറങ്ങി രാവിലെ ചുമ്മാ 2 മണിക്ക് ഈ ഉറക്കം കാരണം ഇത്രയും ലേറ്റ് വന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോ എപ്പോഴേ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയ സമയം കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് കഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയെ വിഷ് ചെയ്തു. എന്നിട്ട് നേരെ മേളിലോട്ട് വന്ന് പിന്നെയും കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ 11 മണിക്ക് കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഫോണില് ചാർജ് വരുന്ന വിട്ട് അലാറം 2 മണി വരെ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിക്കാതെ. ഞാനൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി കെട്ടിരിക്കാൻ. അവിടെ അമ്മയെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കുവാന്ന്. ഞാൻ ഒരുങ്ങി കെട്ടി ഇരുന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ യൂബർ എടുത്ത് ഇറങ്ങിയത്. ഇവിടെ കൊണ്ടുപോയി ക്ലോസ്. അപ്പം നമുക്ക് ഈ വീഡിയോ നിർത്താറില്ലേ? യെസ്. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. So till then, take care. Bye.